എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും മോർ ടേസ്റ്റ് ആൻഡ് ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് ഹലുവയാണ്. അതിനായിട്ട് ഞാൻ 7 ചെറിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്കിനി ജ്യൂസാക്കി എടുക്കാം. ഒരു ജ്യൂസറിൽ എനിക്ക് 1.5 ഗ്ലാസ് ജ്യൂസാണ് കിട്ടിയത് ഇവിടെ. ഇനി വേണ്ടിയ ചേരുവകൾ 8 ടീസ്പൂൺ കോൺഫ്ലോർ, 10 ടീസ്പൂൺ പഞ്ചസാര, അത് ലയിക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം, പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിച്ചത്, 1/2 ടീസ്പൂൺ നാരങ്ങാനീര്, 3 ടീസ്പൂൺ നെയ്യ്, ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായ നട്ട്സ്, പിന്നെ സെറ്റ് ചെയ്യാൻ ആവശ്യമായ ഒരു പാത്രം. ഇനി നമുക്ക് ഹലുവ ചെയ്യാൻ ആരംഭിക്കാം. ഹലുവ ചെയ്യാനായിട്ട് 1.5 ഗ്ലാസ് ജ്യൂസിലേക്ക് ഞാൻ 8 ടീസ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്തു. ഒരു വിസ്കോ സ്പൂണോ ഉപയോഗിച്ച് ഇത് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് ലയിപ്പിക്കാം. 1-2 മിനിറ്റ് കൊണ്ട് ഇത് ലയിച്ച് കിട്ടും. കട്ടകട്ടാതെ തന്നെ ലയിച്ച് കിട്ടും. അതിനിടയിൽ നമുക്ക് ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് 10 ടീസ്പൂൺ പഞ്ചസാര ജസ്റ്റ് കുറച്ച് വെള്ളം ഇട്ടിട്ട് ഒന്ന് ലയിപ്പിച്ചെടുക്കാം. ലയിച്ച് വരുമ്പോൾ നമുക്ക് നാരങ്ങ വെള്ളം ആഡ് ചെയ്യാം. നാരങ്ങ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കോൺഫ്ലോറും ഓറഞ്ച് ജ്യൂസും മിക്സ് ചെയ്ത മിക്സും കൂടെ ആഡ് ചെയ്യാം. നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കണം. കാരണം പെട്ടെന്ന് കുറുകി വരും. കോൺഫ്ലോർ ചേർത്തിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് കുറുകി വരും. ഈ അവസരത്തിൽ നമുക്ക് ഒരല്പം ഏലക്കായ് പൊടിയും കൂടെ ചേർക്കാം. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാനിവിടെ കളറൊന്നും ചേർത്തിട്ടില്ല. ഓറഞ്ചിൻ്റെ അതേ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കളറൊന്നും ചേർത്തിട്ടില്ല. സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ നമുക്ക് ഒരല്പം നെയ്യ് പുരട്ടാം. നിങ്ങൾ ജ്യൂസറിലാണ് ജ്യൂസ് എടുക്കുന്നതെങ്കിൽ വളരെ നല്ലത്. മിക്സിയിൽ എടുക്കുകയാണെങ്കിൽ ഒരു കുരു പോലും പെടാൻ പാടില്ല. ഒരു കുരു പെട്ടുപോയാൽ അത് വളരെ കഴിക്കുന്ന സ്റ്റേജാവും. അതുകൊണ്ട് കുരു പെടാൻ പാടില്ല. ഇതാണ് പാനിൽ നിന്ന് നമ്മുടെ ഹലുവ വിട്ട് വരാൻ തുടങ്ങി. ഇലാസ്റ്റിസിറ്റിയോടുകൂടി കണ്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് പതുക്കെ ഒഴിക്കാം. ഇതൊന്ന് ലെവലായി വരാനായിട്ട് ഒരു സ്പൂണിൻ്റെ ബാക്കിൽ കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഒന്ന് ലെവലാക്കി എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചോ ടൂട്ടി ഫ്രൂട്ടി വെച്ചോ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസ്തയും കാഷ്യൂ നട്ട്സുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് തണുക്കട്ടെ. 1 മണിക്കൂർ തണുത്ത് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്, പിന്നെ ഈസിയാണ് ചെയ്യാനായിട്ട്. ഇത് തണുത്ത് വന്നതിന് ശേഷം നമ്മളൊന്ന് അപ്സൈഡ് ഡൗൺ ആക്കണം. ഞാൻ ഓൾറെഡി 3 പാർട്ടീഷനുള്ള ഒരു പാത്രത്തിലാണ് സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഓൾറെഡി കുറച്ച് പാർട്ടീഷൻ ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഫൈനൽ ഒന്ന് പാർട്ടീഷൻ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. ഇത് കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. പിന്നെ ഓറഞ്ച് ഞാനിവിടെ എടുത്തത് വളരെ മധുരമുള്ളതായിരുന്നു. നിങ്ങളുടെ മധുരം അനുസരിച്ച് പഞ്ചസാര ഒന്ന് ക്രമീകരിക്കണം. ഇനി മധുരം കുറച്ചുകൂടി ഇഷ്ടമാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടെ കൂട്ടണം. കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹലുവയാണിത്. എൻ്റെ എല്ലാ വ്യൂവേഴ്സിൻ്റെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.